ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനീസ് ടെക് ഫാക്ടറി. ഇന്ന് നമുക്ക് ഒരു ചെയർ ബാക്ക് കുഷന് എങ്ങനെയാണ് ഒരു കവർ തയ്ക്കുന്നത് എന്ന് നോക്കാം. ഇത് ഫോം കൊണ്ടുള്ളൊരു കുഷനാണ്. ഫോം വാങ്ങി ഞാൻ തന്നെ തയ്ച്ചെടുത്തതാണ്. ഓൾറെഡി ഇതിനൊരു കവറുണ്ട്. എന്നാൽ ഇതിൻ്റെ കവറൊക്കെ ഫെയ്ഡായി തുടങ്ങിയതുകൊണ്ട് ഒരു പുതിയ കവർ തയ്ക്കാമെന്ന് കരുതി. ചെയറിൻ്റെ ബാക്കിൽ കെട്ടുന്നതിന് ഒരു റോപ്പ് ഇതിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തയ്ക്കുന്ന കുഷൻ കവറിന് റോപ്പ് ഇല്ലാതെയാണ് തയ്ക്കുന്നത്. കാരണം ഈ കവർ ഇടയ്ക്ക് വാഷ് ചെയ്യുന്നതിന് വേണ്ടി ഊരിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ തയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഈ കുഷൻ്റെ അളവുകളൊന്നെടുക്കാം. ഇതിൻ്റെ നീളം മുകളിൽ നിന്ന് താഴേക്ക് 17.25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 18.25 ഇഞ്ചും വീതി 15 ഇഞ്ചാണുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് ചേർത്ത് 15.5 ഇഞ്ച് നമുക്ക് എടുക്കണം. ഇനി സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ പീസിൻ്റെ വീതി 3.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 4 ഇഞ്ച് എടുക്കണം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഈ കുഷൻ്റെ ചുറ്റളവാണ്. അപ്പോൾ അത് നമുക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് നീളം 17.25 ഇഞ്ചാകുമ്പോൾ 2 സൈഡും കൂടി ചേർത്ത് 35.5 ഇഞ്ചുണ്ട്. പിന്നെ വേണ്ടത് 15 ഇഞ്ച് വീതിയാണ്. അപ്പോൾ 15ഉം 15ഉം 30 ഇഞ്ച്. അപ്പോൾ 35.5ഉം 30ഉം കൂടി ചേർത്ത് 65.5 ഇഞ്ച് നീളമാണ് നമുക്ക് ഈ സൈഡിൽ വെക്കാൻ വേണ്ടിയ നീളം എന്ന് പറയുന്നത്, ചുറ്റളവ്. ഈ കുഷനൊരു എൻവലപ്പ് പില്ലോ പോലെയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് 2 പീസാക്കി കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു പീസ് 15.5 ഇഞ്ചും അടുത്ത ഒരു പീസ് 6.5 ഇഞ്ചുമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ എൻ്റെ കുഷൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കുഷൻ ഏത് അളവിലാണോ അപ്പോൾ അതിനേറ്റ പോലെ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അളവുകളൊക്കെ എടുത്തു. ഇനി നമുക്ക് തുണി കട്ട് ചെയ്യാം. നമ്മുടെ വീതി എന്ന് പറയുന്നത് 15.5 ഇഞ്ചാണല്ലോ. അപ്പോൾ 15.5 ഇഞ്ച് വീതിയിൽ തുണി 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് നീളം 18.25 ഇഞ്ചാണ്. അത് നമുക്ക് അടയാളപ്പെടുത്താം. അടുത്ത സൈഡ് വരുന്നത് 2 പീസ് ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് 22 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി ചേർത്ത് 22 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കാം. മടക്കി തയ്ക്കുന്നതിന് ഒരു 2 ഇഞ്ചും കൂടി ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ പീസും രണ്ടാമത്തെ പീസും തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബാക്ക് പീസ് നമ്മൾ 16 ഇഞ്ചിലും 8 ഇഞ്ചിലും നമ്മൾ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. സൈഡിൽ 3.5 ഇഞ്ചായതുകൊണ്ട് സീം അലവൻസും കൂടി ചേർത്ത് 4 ഇഞ്ചിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തുണി നീളത്തിൽ കിട്ടിയില്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സീം അലവൻസും കൂടി ചേർത്ത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ. സൈഡിൽ വീതിക്കുള്ള തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. ആദ്യം അരികെ 1 ഇഞ്ച് മടക്കി തയ്ക്കാം. നമ്മൾ ഒരു സൈഡ് 2 പീസാക്കി എടുത്തിരുന്നു. അതിൻ്റെ 2 പീസിൽ നമുക്ക് അരികൊന്ന് തയ്ച്ചെടുക്കാം. ഓരോ ഇഞ്ച് മടക്കി വേണം തയ്ച്ചെടുക്കാൻ. അരികു തയ്ച്ചതിന് ശേഷം മറ്റേ പീസുമായിട്ട് നമുക്ക് മുകളിൽ വെച്ച് രണ്ടും സെയിം ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വെച്ച് നോക്കണം. അതിനുശേഷം നമ്മൾ ജോയിൻറ്റ് ചെയ്ത ആ പീസ് ഭാഗമുണ്ടല്ലോ അവിടെ മാത്രം ഒന്ന് തയ്ച്ചെടുക്കണം.
മെഷർമെൻറ്റ് തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർണർ കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ 4 സൈഡിലും ഈ പീസ് ജോയിൻ ചെയ്തെടുക്കണം. സെൻറ്റർ ഭാഗം വരുമ്പോൾ ബാലൻസ് ഉള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ ഭാഗം ജോയിൻ ചെയ്തെടുക്കണം. ഇനി വളരെ ശ്രദ്ധയോടുകൂടി വേണം അടുത്ത പീസ് നമുക്ക് ഇതിനോടുകൂടി ജോയിൻ ചെയ്യാൻ. അതായത് അതിൻ്റെ കോർണർ സൈഡ് മാറിപ്പോകാതെ സെയിം സ്ഥാനത്തു നിന്ന് വേണം ആരംഭിക്കാൻ. നമ്മൾ ആദ്യത്തെ പീസ് വെച്ചപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ആരംഭിച്ചത്. പക്ഷേ അടുത്ത സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു കോർണർ ശരിയായിട്ട് വെച്ച് കൊടുത്താൽ പിന്നെയുള്ള എല്ലാ കോർണറും ഓട്ടോമാറ്റിക്കലി ശരിയായിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളി വീഡിയോ തയ്ക്കുന്നത് മാത്രം കാണിക്കാതിരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സൈഡും തന്നെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് റിവേഴ്സ് എടുക്കാം. അതിന് ശേഷം നമുക്ക് കുഷൻ ഇതിൻ്റെ അകത്തേക്ക് ഇൻസർട്ട് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഒരു കുഷൻ കവർ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഫോം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ചെയർ ബാക്ക് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, until then see you in the next video.